ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ സായിനഗർ ഷിരിഡി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിവിടുന്ന് പൂനെയിലേക്ക് ഒരു യാത്ര പോകണം. ഞാൻ സായിനഗറിലേക്ക് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫ്ലഡ് ലൈറ്റ് നേരെ താഴെ നിൽക്കുന്നതുകൊണ്ടാണ് മുഖത്ത് ആ റിഫ്ലക്ഷൻ വരുന്നത്. ഞാൻ സായിനഗറിലേക്ക് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള വീഡിയോ ആണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഇതാണ് സായിനഗർ ഷിരിഡി റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്ന വണ്ടി തന്നെയായിരിക്കും മിക്കവാറും എൻ്റെ വണ്ടി. നമ്മളിവിടുന്ന് 11042 സായിനഗർ ഷിരിഡി ദാദർ എക്സ്പ്രസ് കയറി പൂനെ വരെയാണ് പോകുന്നത്. നമുക്ക് ശരിക്കും ബോംബെക്കാണ് പോകേണ്ടത്. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ പൂനെയിൽ ഇറങ്ങിയിട്ട് പൂനെ നമ്മൾ പ്രഗതി എക്സ്പ്രസ്സിന് കയറിയാണ് ബാക്കി യാത്ര പോകുന്നത്. പ്രഗതി എക്സ്പ്രസ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരിക. ഇതുകൊണ്ട് ഒരു വളരെ ബ്രീഫ് വീഡിയോ ആയിട്ടാണ് ഇത് വരിക. കാര്യം ഫുൾ രാത്രി യാത്രയാണ്. പിന്നെ നല്ലൊരു സമയം ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണിത്. ഇതാ സമാധി മന്ദിറിൻ്റെ അതേ പാറ്റേണിലാണ് ഈ സ്റ്റേഷൻ പണിതിരിക്കുന്നത്. രാവിലെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് സ്റ്റേഷൻ ഒരുപാടൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. നമുക്ക് സ്റ്റേഷന് ഉള്ളിലേക്ക് പോവാം. ഇതൊരു വളരെ ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ ആകെ ഉള്ളത് 3 പ്ലാറ്റ്ഫോമാണ്. വേറെ സ്റ്റേബിളിംഗ് ലൈൻ ഒരു സ്റ്റേബിളിംഗ് ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ ചെറിയ സ്റ്റേഷനാണ്. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഒരു ഡെയിലി ട്രെയിൻ പോലും ഇല്ല. കൂടി ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് വന്ദേ ഭാരതിനാണ് 6 ദിവസം. അതല്ലാണ്ട് വേറെ ഈ സ്റ്റേഷനിൽ ഡെയിലി ട്രെയിൻസ് ഒന്നുമില്ല. പക്ഷേ ഡെയിലി ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ നമുക്കെന്നാൽ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. കാരണം എൻട്രൻസിൽ ഇവിടെ ഒരു UTS കം റിസർവേഷൻ കൗണ്ടർ ഉണ്ട്. പിന്നെ ഒരു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റോളുണ്ട്. ഇപ്പുറത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇത്രയും ചെറിയൊരു സ്റ്റേഷനാണ്. ഈ നേരെ മുന്നിൽ കിടക്കുന്ന ട്രെയിനാണ് നമ്മുടെ ട്രെയിന് 11042 സായിനഗർ ഷിർഡി മുംബൈ ദാദർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ കിടക്കുന്ന കോച്ച് തന്നെയാണ്, B2 തന്നെയാണ് എൻ്റെ കോച്ച്. കോച്ച് തുറന്നിട്ടില്ല ഇതുവരെ. കോച്ച് തുറക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയി ലോക്കോ നോക്കിയാക്കാമെന്ന് വെച്ചു. ഇന്ന് ആക്ച്വലി ഇവിടുത്തെ ന്യൂ ഇയർ ഡേ ആണ്. ഗുഡി പാഡ്വ ദിവസമാണിന്ന്. ഗുഡി പാഡ്വ ദിവസമാണ്. ഭയങ്കര തിരക്കായിരുന്നു. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. സ്റ്റേഷനിലെ തിരക്ക് കാണാനുണ്ട്. ഇന്നിപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ദാദറിലേക്ക് 2 ട്രെയിനുണ്ട്. പറഞ്ഞപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ 9:25 നമ്മുടെ ട്രെയിന്. അത് കഴിഞ്ഞാൽ ഏകദേശം 10:30 ആകുമ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്. ദാദർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അത് സൂപ്പർ ഫാസ്റ്റാണ്. ഇത് സാധാരണ എക്സ്പ്രസ്സാണ്. ഇത് പൂനെ വഴിയാണ് പോകുന്നത്. സൂപ്പർ ഫാസ്റ്റ് മൻമാട് വഴിയാണ് പോകുന്നത്. നമുക്കൊന്ന് ഫ്രണ്ടിൽ പോയി നമ്മുടെ ലോക്കോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന് നമ്മുടെ കോച്ചിനടുത്ത് നിൽക്കാം. ഇവിടെ ഇപ്പോൾ ഫുഡ് കോർട്ടൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടാണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ പൂനെ വന്നപ്പോൾ ലാസ്റ്റ് ടൈം ഇവിടെ സായിനഗർ ഷിരിഡി വന്നപ്പോൾ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. പൂനെ എന്ന് തെറ്റി പറഞ്ഞാൽ സായിനഗർ ഷിരിഡിയിൽ വന്നപ്പോൾ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഫുഡ് കോർട്ടൊക്കെ തുറന്നിട്ട് ഭക്ഷണമുണ്ട് ഇവിടെ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. നമുക്കെന്നാൽ പോയി ലോക്കോ കണ്ടേക്കാം. ഞാൻ ഫ്രണ്ടിൽ എത്താറായി. ഇതൊരു പഴയ പാസഞ്ചർ ട്രെയിനാണ് ആക്ച്വലി. ഈ ട്രെയിൻ പണ്ട് മുംബൈ പൂനെ പാസഞ്ചർ എങ്ങാണ്ടായിരുന്നു. പിന്നെ നീണ്ട് ഒരറ്റം സായിനഗർ ഷിരിഡി വരെ എത്തി. മറ്റേ അറ്റം ബാരാമതിയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം മറ്റേ അറ്റം സത്താര വരെ നീട്ടി. ഇത് ആഴ്ച 4 ദിവസം മാത്രമേ ഉള്ളൂ ഷിരിഡിക്ക്. ബാക്കി 3 ദിവസം സത്താരയ്ക്കാണ് പോകുന്നത്. ഇതൊരു പാസഞ്ചർ ട്രെയിൻ എക്സ്പ്രസ് ആയിട്ട് മാറിയതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട് ഇതിന്. നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല. ഞാൻ സ്ലീപ്പർ എടുക്കാണ്ട് AC 3 ടയർ എടുത്തതിനൊരു കാരണം തന്നെയാണ്. അതാകുമ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പുകളൊക്കെ നിർത്തുമ്പോൾ ഉറക്കം പോവില്ല. അല്ലെങ്കിൽ ഉറക്കം ഗ്രാൻഡായിട്ട് പോകും. അപ്പോൾ AC ആകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. അത് എനിക്ക് അവർ തന്നിരിക്കുന്ന അപ്പുറപ്പുറത്തും കൂടിയാണ്. അപ്പോൾ ഒന്നും അറിയാൻ പോകുന്നില്ല. കയറി കിടന്ന് അപ്പുറങ്ങും. എന്നപ്പോൾ നമ്മുടെ ലോക്കോ ഒരു WAB 4 ആണ്. അതിൻ്റെ നമ്പർ നോക്കിയിടും. അവിടെ അതിൻ്റെ ഫ്രണ്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല. നല്ല ഇരുട്ടാണ് അവിടെ. വെളിച്ചം തീരെയില്ല. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 11042 സായിനഗർ ദാദർ മുംബൈ എക്സ്പ്രസ്സിലാണ്. ഇതാണ് നമ്മുടെ ലോക്കോ 22681 ഭുസാവൽ ഷെഡിൻ്റെ. ഇത്ര കാണിക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ നിന്ന് കാണിക്കാൻ ഒരു വഴിയില്ല. നല്ല ഇരുട്ടാണ് അവിടെ. അപ്പം തിരിച്ച് നമ്മുടെ കോച്ചിനെ കൊണ്ട് നടക്കാം. കോച്ച് തുറന്ന് അതിനകത്ത് കയറ്റി നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. ഇതാണ് നമ്മുടെ കോച്ച് B2 151320 ആണ്. ഈ ട്രെയിനിൽ ആക്ച്വലി 3 AC കോച്ചാണുള്ളത്. 2 AC 3 ടയറും 1 AC 2 ടയറുമാണ്. പണ്ട് ഈ ട്രെയിനിലുണ്ടായിരുന്ന 1.5 AC 3 ടയറും 1/2 AC 2 ടയറും ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ഫുൾ AC 2 ടയറും 2 AC 3 ടയറും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അകത്ത് കയറിയേക്കാം. നമ്മൾ ഡോർ തുറന്നിട്ടുണ്ട്. എൻ്റെ ഒരു അപ്പർ ബർത്താണ്.
എന്നാൽ പിന്നെ പതുക്കെ അതിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചേക്കാം. നമ്മൾ ഏറെക്കുറെ പുറപ്പെടാനായിട്ടുണ്ട്. സമയം 9:24. ഈ പ്ലാറ്റ്ഫോമിൽ തിരക്കിനുള്ള കാരണം ആക്ച്വലി 2 ട്രെയിനുകളും കൂടി ഇന്ന് പോകാനുണ്ട്. ഇനി ഇവിടുന്ന് 7:30 പോകേണ്ട ഇതൊരു ബിക്കാനേർ എക്സ്പ്രസ് ഉണ്ട്. അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് 10:45. അത് 10:45 പോകില്ല, കാര്യം ഇൻകമിംഗ് റേക്ക് ഇതുവരെ എത്തിയിട്ട് പോലുമില്ല. പിന്നെ 10:30 പോകേണ്ട ദാദർ സൂപ്പർ ഫാസ്റ്റും ഉണ്ട്. അപ്പോൾ 2 ട്രെയിനുകൾക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ പുറപ്പെടുകയായി നിന്ന് ഹോണടി കേട്ടായിരുന്നു. നല്ല തിരക്കാണ് പ്ലാറ്റ്ഫോമിൽ. ബാക്കിൽ നിന്ന് പച്ച വെളിച്ചം ഫ്ലാഷ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കൃത്യസമയമായ 9:25 നമ്മൾ അനങ്ങി. കറക്റ്റ് ടൈമിന് ഡിപ്പാർച്ചറാണ്. നമ്മൾ 2:15 പൂനെയിലെത്തുക. ആരോ ചങ്ങല വലിച്ചു. ചങ്ങല വലിച്ച എയർ പ്രഷർ റീസെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇവിടെ പോലീസുകാരെ കൊണ്ട് ഓടിപ്പോണ്ടെന്ന് ആരോ ചാടി ഇറങ്ങി തന്നു. തുപ്പരുത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തുപ്പിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഉള്ള ഗുഡ്കയും തമ്പാക്കും പാനും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് അവിടെ ഇടയ്ക്ക് തുപ്പി വയ്ക്കുക ആൾക്കാർ. ചങ്ങല വലിച്ച ആളെ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു ഫാമിലി ലഗേജും ഒക്കെ ആയിട്ട് ഇതാ വരുന്നുണ്ട് പോലീസുകാരുടെ കൂടെ. ഇവരാന്ന് ചങ്ങല വലിച്ചത് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫൈൻ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി വണ്ടി മാറി കയറിയാണെന്ന് തോന്നുന്നു. മറ്റേ ദാദർ എക്സ്പ്രസ് കയറാനുള്ള ആൾക്കാരായിരിക്കും. ദാദർ സൂപ്പർ ഫാസ്റ്റ് മാറി കയറിയിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ ചങ്ങല വലിച്ചായിരിക്കും. എന്തുണ്ടെങ്കിലും റെയിൽവേക്ക് കുറച്ച് ഫൈൻ കൊടുക്കേണ്ടി വരും. എനിക്ക് പുൻതമ്പ ബൈപ്പാസ് കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ന് പക്ഷേ തീരെ നിലാവില്ലാത്തൊരു ദിവസമാണെന്ന്. നല്ല ഇരുട്ടായിരിക്കും. അവിടെ ചെറുതായിട്ടെങ്കിലും വെളിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ ക്യാമറയിൽ പുൻതമ്പ ബൈപ്പാസ് പാസ് ചെയ്യുന്ന കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നൊരു അവസരത്തിൽ അത് കാണാം. വീണ്ടും വിളിച്ചാ വീണ്ടും ചങ്ങല വലിച്ചു. ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടു. ഇപ്പോൾ സമയം 9:29. 4 മിനിറ്റ് നമുക്കിവിടെ ലോസ്. ആദ്യം ഫ്രണ്ട് സ്ലീപ്പറിലായിരുന്നു, ഇപ്പോൾ ബാക്കിൽ എ സിയിലായിരുന്നു. TT വന്നായിരുന്നു. TT ഇതേ കാര്യം തന്നെ പറഞ്ഞത്. ഒരേ പേരിൽ 2 വണ്ടിയിൽ അടുത്തടുത്ത് പുറപ്പെടുന്നതാണ് പ്രശ്നം, 1 മണിക്കൂർ ഗ്യാപ്പിൽ. അപ്പോൾ ആൾക്കാർ വണ്ടി മാറി കയറിയിട്ട് സീനാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷിരടിയിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞു, കാണാനില്ലല്ലോ. ഞാൻ നേരത്തെ നല്ല ബൈപ്പാസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയും കാണിക്കാൻ വലിയ പ്രതീക്ഷയില്ല. കാര്യം ഇന്ന് നിലാവ് കണ്ട ദിവസമാണ്. അപ്പോൾ തീരെ വെളിച്ചമുണ്ടാവില്ല, നിലാവ് വെളിച്ചമില്ലല്ലോ. നമ്മൾ ഏകദേശം ബൈപ്പാസിനടുത്ത് എത്താറേ, പക്ഷേ തീരെ വെളിച്ചമില്ല, കണ്ടില്ല, ഒട്ടും വെളിച്ചമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ബൈപ്പാസ് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അടുത്ത വരവിന് പകൽ സമയത്ത് ഏതെങ്കിലും വരുന്ന പോലത്തെ ഒരു ട്രെയിനിന് നമുക്ക് വരാം. പകൽ സമയത്ത് ബൈപ്പാസ് പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ നമുക്ക് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്ത് അത് ക്യാപ്ചർ ചെയ്യാം. വണ്ടി ഇപ്പോൾ ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്തു ബൈപ്പാസ് തിരിയാൻ വേണ്ടി. അവിടെ ഒന്നുകൂടി നോക്കട്ടെ. ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ ബൈപ്പാസ് ലൈനിലാണ്, കാണുന്നേ ഇല്ല ഒരു രീതിക്കും, ഒട്ടും വെളിച്ചമില്ല ഇവിടെ. അപ്പോൾ പിന്നെ ഞാനെന്നാൽ ഉറങ്ങാൻ പോവാണ്. ഇത്രയൊക്കെ ലേറ്റായില്ലേ, ഇപ്പോൾ കാത്തുനിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. നമുക്കിനി പൂനെയിലെത്തിയിട്ട് ബാക്കി കാണാം. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഞാനൊരു അപ്പർ ബർത്തിലാണ്. ഞാൻ ബർത്തിലോട്ട് കയറി കിടന്ന് ഉറങ്ങട്ടെ. നമ്മൾ ജസ്റ്റ് പൂനെയിലേക്ക് എടുക്കുന്നു. പൂനെക്ക് തൊട്ടുപുറത്തുള്ള ഘോർപ്പടി ആട്, അതിൻ്റെ അടുത്തുള്ള കോച്ച് ഡിപ്പോയിൽ നമ്മൾ എത്തി.
നമ്മൾ ജസ്റ്റ് പൂനെ സ്റ്റേഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലല്ല. ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതിലേക്കല്ല നമ്മളെന്തായാലും കയറുന്നത്. അതിലൊരു റേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഷണ്ടി വന്നുള്ള റേക്ക്. പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് 2:30 നമ്മൾ പൂനെയിലെത്തി. ഷിരിഡിയിൽ നിന്നാണ് നമ്മൾ കയറിയത്. നമ്മൾ പൂനെയിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി പ്ലാറ്റ്ഫോം നമ്പർ 1 പോകണം. പ്ലാറ്റ്ഫോം നമ്പർ 1 ഞാൻ മറ്റേ റിട്ടയറിംഗ് റൂം എടുത്തിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ അടക്കം ഉറങ്ങാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് സൂപ്പർ താങ്ക്സ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.